ഓക്കെ. സോ നമുക്ക് അടുത്തതായിട്ട് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ട്രിഗ്നോമെട്രി യൂസ് ചെയ്താണ് അത് ചെയ്യുന്നത്. നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വെർഷൻ നോക്കാം. ഓക്കെ. സോ ഇപ്പം വെക്ടർ എ എനിക്കുണ്ട്. അവിടെ എനിക്ക് 10 and 20 രണ്ട് വാല്യൂസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ XY കോർഡിനേറ്റിൽ വരയ്ക്കാം. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറയും. രണ്ട് എക്സ് ആൻഡ് വൈ ഉണ്ട്. ഇതൊരു ഫസ്റ്റ് ഡയമെൻഷൻ എക്സും സെക്കൻഡ് ഡയമെൻഷൻ വൈയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 10ഉം ഇവിടെ നമുക്ക് 20ഉം ഉണ്ട്. ഓക്കെ. സോ നമുക്കിത് നോക്കിയാൽ അറിയാം എന്താണ് നമുക്ക് ഈ ഒരു ഇതാണ് നമ്മുടെ ലൈക്ക് വെക്ടർ എ എന്ന് പറയുന്നത്. സോ ഈ ഒരു ലൈനിൻ്റെ ലെങ്താണ് നമുക്ക് ആക്ച്വലി കാണേണ്ടത്. ഓക്കെ. സോ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ എക്സ് ആക്സിസ് എക്സ് ഡയറക്ഷനിലുള്ള ലെങ്തും അതുപോലെ വൈ ഡയറക്ഷനിലുള്ള ലെങ്തും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. സോ എക്സ് ഡയറക്ഷനിലുള്ള ലെങ്ത് ആക്ച്വലി നമുക്ക് നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് 10 എന്ന് പറയുന്ന ലെങ്ത്. അതുപോലെ വൈ ഡയറക്ഷനിലുള്ള ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, വിച്ച് ഈസ് 20 എന്ന് പറയുന്ന ലെങ്ത്. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ലെങ്ത് എന്തായിരിക്കും? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിലെ ഈ ഒരു ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ആക്സിസിൽ വരുന്ന ലാർജസ്റ്റ് ഇതിൽ വരുന്ന ആ ഒരു ലൈനിൻ്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻസൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇതിന് നമുക്ക് ഇത് എയും ഓക്കെ ഒരു ജനറൽ ഇക്വേഷൻ വെച്ച് എഴുതാം. ഈ ഒരു എക്സ് ഡയറക്ഷനുള്ള ലെങ്ത് എയും വൈ ഡയറക്ഷനുള്ള ലെങ്ത് ബിയും സെഡ് ഡയറക്ഷനിൽ അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈക്ക് കോമ്പിനേഷൻ വരുന്ന ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് സിയും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഈ എൻ്റയർ തിങ്. ഓക്കെ. കൺട്രോൾ സി കൺട്രോൾ വി. ഓക്കെ. സോ ഇത് മൊത്തത്തിൽ ഈ റൂട്ടിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കാണാപ്പാടം അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്മൾ തന്നിരിക്കുന്ന ഈ എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് എന്താണ്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതിന് നമുക്ക് വേറൊരു നൊട്ടേഷൻ കൂടെയുണ്ട്. ഇങ്ങനെ ഡബിൾ ലൈൻ ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതാറുണ്ട്. സോ അവിടെ ആക്ച്വലി നമ്മൾ ബേസിക്കലി ഈ ഒരു ഇൻഡിവിജ്വൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുക്കുക, സം ചെയ്യുക, എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ ആയിരിക്കും വരുന്നത്. സോ നമുക്ക് 100 പ്ലസ് 400. സോ നമുക്ക് വരിക സ്ക്വയർ റൂട്ട് ഓഫ് 500 ആണ് വരിക. സോ അതിനെ ഒന്ന് ഫ്രാക്ഷനൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് 5 ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ സോ 5ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 5 ആൻഡ് 10 സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 500 ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ കൊടുത്തതിന് ശേഷം ആ ഒരു വിത്ത് ഫ്രാക്ഷൻ വരുന്ന ആ ഒരു നമ്പർ എഴുതാം. അതായിരിക്കും ഈ ഒരു ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ വെക്ടർ മാഗ്നിറ്റ്യൂഡ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ ഇതിനെ നമുക്ക് നോക്കിക്കാണാം. അതായത് സപ്പോസ് എനിക്കൊരു ലെങ്തും വിഡ്ത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. സോ ബോക്സ് ഇൻ 2D സ്പേസ്. ഓക്കെ. സോ ഈ ബോക്സിൽ ലെങ്ത് എന്ന് പറയുന്നത് 20ഉം ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 10ഉം ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ ഒരു 2D ബോക്സിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന
ഒരു സ്ട്രെയിറ്റ് അയൺ റോഡിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണ്. എനിക്ക് പല രീതിയിൽ അത് വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കാം, ഇങ്ങനെ വെക്കാം. സോ ബട്ട് ആ വെക്കുന്ന ഒരു ആംഗിൾ ആൻഡ് ഇതനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് അറിയാം ഈ ഒരു ബോക്സിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഡയഗണൽ ടു ഡയഗണൽ ഷേപ്പിലായിരിക്കും. സോ ഇങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലും വെക്കാം. സോ ഇത് രണ്ടും ആക്ച്വലി ഈ രണ്ട് റെഡ് ലൈനിൻ്റെയും അല്ലെങ്കിൽ അയൺ റോഡ്സിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, വിച്ച് ഈസ് എക്സാക്ട്ലി ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 20 സ്ക്വയർ അതിൻ്റെ ആൻസർ ആയിരിക്കും ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് കാണുന്ന കാര്യം നമ്മളൊരു എന്താണ് ഒരു റിയലിസ്റ്റിക് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കാനാണ് ശ്രമിച്ചത്. സോ ഇതിനെ നമ്മൾ ഈ ഒരു 2D കേസിനെ 3D കേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എങ്ങനെയായിരിക്കും? ഓക്കെ, സോ 3D കേസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി 3 ഡയമെൻഷൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വെക്റ്റർ എയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 3 ഡയമെൻഷൻ അവിടെ വരും. സോ നമുക്ക് എക്സ് ബൈ സി ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്ക്വയർ റൂട്ട് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. സോ ഇവിടെയും നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കിതിനെ ഒരു റിയലിസ്റ്റിക് റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞിരുന്നു 3D സ്പേസ് വരെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് റിയൽ ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് അതിന് മുകളിലോട്ട് പോകുമ്പോൾ നമ്മളൊരു അബ്സ്ട്രാക്ട് സെൻസിൽ തന്നെ അതിനെ മനസ്സിലാക്കണം. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യവും അബ്സ്ട്രാക്ട് സെൻസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ആഫ്റ്റർ മൂന്നാമത്തെ ഡയമെൻഷനിലധികം കൂടുതൽ ഡയമെൻഷൻ 4 ഡയമെൻഷൻ 5 ഡയമെൻഷനിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ അത് മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ സെയിം തിയറി തന്നെയാണ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പം 3 ഡയമെൻഷനിലാണെങ്കിൽ നമുക്കിതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതിനെ? സോ ഞാനിതിനെ ഒരു വേറൊരു എക്സാമ്പിൾ കൊണ്ടുവരുവാണ്. സോ സപ്പോസ് എനിക്കൊരു 3D ബോക്സ് ഉണ്ട്. ഓക്കെ, എക്സ്ക്യൂസ് മൈ ബാഡ് ഡ്രോയിങ്. സോ അതിനൊരു ലെങ്ത് ഉണ്ട്, ഒരു വിഡ്ത്ത് ഉണ്ട്, ഒരു ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു 3D ബോക്സിൽ എനിക്ക് വെക്കാൻ പറ്റുന്ന അയൺ റോഡിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണ്? എഗെയിൻ നമുക്ക് പല രീതിയിൽ വെക്കാം. നമ്മൾ നേരത്തെ കാണിച്ച എക്സാമ്പിൾ ഉൾപ്പെടെ നമുക്ക് വെക്കാം. അതായത് ഈ ഒരു ഡയഗണൽ ടു ഡയഗണൽ ഈ ഒരു രീതിയിൽ വെക്കാം. ബട്ട് അതായിരിക്കുമോ നമുക്ക് വെക്കാൻ വരുന്ന ഏറ്റവും മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി നോട്ട്. സോ 3D കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒന്നുകൂടെ വേറെ രീതിയിൽ നമുക്കതിനെ ചിന്തിച്ച് നോക്കാം. അതായത് നമുക്ക് ആക്ച്വലി ഇപ്പം ഞാൻ വരച്ച ഇത് ഒരു ഡയറക്ഷൻ, അതായത് എക്സും വൈയും ചേർത്ത് നമ്മൾ ഈ ഒരു ഡയഗണൽ കൺസ്ട്രക്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സെഡ് എന്ന് പറയുന്ന കാര്യം കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലായിരിക്കാം ഏറ്റവും മാക്സിമം ലെങ്ത് കിട്ടുന്നത്. സോ നമ്മൾ അത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ആദ്യം ഈ ഒരു റെഡ് പാർട്ട് നമുക്ക് അവിടെ ഉണ്ടാവണം, അതിൻ്റെ കൂടെ ഈ ഇസഡ് പാർട്ട് കൂടെ വരണം. സോ റെഡ് പാർട്ട് ഓൾറെഡി നമുക്ക് ഇവിടെ ഈ ഒരു പാർട്ടിൽ നമുക്ക് ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഹൈറ്റ് എന്ന് പറയുന്ന കാര്യം കൂടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു ലെങ്ത് ടോട്ടൽ ലെങ്ത് കിട്ടും. സോ ഈ ഒരു ബോക്സിൽ 3D ബോക്സിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് ഓഫ് അയൺ റോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡയഗണൽ ടു ഈ ഒരു ഡയഗണലായിരിക്കും. അതർ ദാൻ നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾ പോലെയല്ല. സോ അതിനേക്കാളും കൂടുതൽ ലെങ്ത് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് 2D സ്പേസിൽ പറഞ്ഞ ആ കൺസെപ്റ്റിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് 3D സ്പേസിലോട്ട് കൊണ്ടുവരുവാണ് ചെയ്തത്. ഓക്കെ, ഇവിടെയും വി ആർ ഫോർച്ചുനേറ്റ്, നമുക്കതിനെ ഒരു ഫിസിക്കൽ റിയാലിറ്റിയായിട്ട് സംവാട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് 4 ഡയമെൻഷണൽ സ്പേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇതുപോലൊരു ഡയഗ്രാം വരച്ചോ ഒരു 3D റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്തോ പറയാൻ പറ്റില്ല. നമുക്ക് ബൈ സിംപ്ലി ആ ഒരു മാത്തമാറ്റിക്സ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതായത് ഇപ്പം നമുക്ക് D എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഡയമെൻഷണൽ സ്പേസിലാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ലൈക്ക് ദ 4th ഡയമെൻഷൻ ഈസ് ലൈക്ക് എ ആണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട്, അതായത് നൊട്ടേഷൻ വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയാവുന്ന നമുക്ക് ഓക്കെ, ഞാൻ x1 x2 x3 എന്നുള്ള രീതിയിൽ ഡയമെൻഷനെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ D എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x1
ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് തേർഡ് കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ഫോർത്ത് കമ്പോണൻറ്റ് സ്ക്വയർ, എല്ലാത്തിൻ്റെയും ഓൾ ദ സ്ക്വയർ റൂട്ട് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇതിനെ കുറച്ചും കൂടെ വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരു സമ്മേഷൻ യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് സോ നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത് 4 ഡയമെൻഷണൽ സ്പേസിലാവാം, അല്ലെങ്കിൽ 5 ഡയമെൻഷനിലാവാം, n ഡയമെൻഷണൽ സ്പേസിലാവാം, അല്ലെങ്കിൽ d ഡയമെൻഷണൽ സ്പേസിലാവാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെക്റ്റർ എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു, ഞാൻ നൊട്ടേഷൻസ് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, d ഡയമെൻഷണൽ സ്പേസിൽ വരുന്ന ഒരു വെക്റ്ററാണ്. സോ നമുക്കതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് എന്ന് പറയുന്നത് A1, A2, A3, AD വരെ പോകാം. സോ ഡി എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, ലൈക്ക് 5, 6, 7, 8, 100 എത്ര വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പാൻഷനെ നമുക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈഡ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു ടോട്ടൽ സമ്മേഷൻ ഐ ഗോയിങ് ഫ്രം 1 to d എന്നുള്ള രീതിയിൽ എഴുതാം. ദെൻ ഇതിൻ്റെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഒരു എ ഓഫ് ഐ സ്ക്വയർ, ഇതിൻ്റെ എല്ലാം ടോട്ടൽ സം എടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്ക്വയർ റൂട്ട്, ടോട്ടൽ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അതിന് പകരം നമുക്ക് 1/2 എന്നുള്ള രീതിയിൽ ഡിനോട്ട് ചെയ്യാം. സോ 1/2 ടോട്ടലി അതിൻ്റെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് ഇടുന്നതും ടോട്ടൽ ഒരു സ്ക്വയർ റൂട്ട് ഇടുന്നതും ഈക്വലൻ്റ് ആണ്. സോ നമ്മൾ ഈ പൈതഗോറസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡയഗണൽ കാൽക്കുലേഷൻ 2D സ്പേസിൽ വരുന്നതിന് നമ്മൾ 3D സ്പേസിലോട്ടും 3D സ്പേസിൽ നിന്ന് നമ്മൾ d ഡയമെൻഷണൽ സ്പേസിലോട്ടും അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഹൈ ഡയമെൻഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ മാത്തമാറ്റിക്സിനെ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, പക്ഷേ 3D കേസിൽ നമുക്കത് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് ഒരു സംവാട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്താണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് വരുന്നത്. ദെൻ അതിനെയും നെക്സ്റ്റ് ഡയമെൻഷനെയോടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അനദർ ട്രയാങ്കിൾ വി ക്യാൻ ബിൽഡ്, ആൻഡ് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും നെക്സ്റ്റ് 3 ഡയമെൻഷനും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇതിൽ വെക്കാൻ പറ്റുന്ന മാക്സിമം ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ ഒരു 1 more ഡയമെൻഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എനി ഡയമെൻഷനിലോട്ട് പോകാൻ സാധിക്കും. പക്ഷേ നമുക്കതൊരു ഫിസിക്കൽ റിയാലിറ്റിയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കമ്പ്യൂട്ട് ചെയ്യാൻ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ തന്നെ കോഡിംഗ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ NumPy ലൈബ്രറി ഉപയോഗിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. സോ കൺസെപ്റ്റ് മാത്രമല്ല, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ, ഒന്ന് പ്രോഗ്രാമിംഗ് സൈഡിൽ നമുക്കതിൻ്റെ സ്കില്ല് കൂടും, അതുപോലെ ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് സൈഡിൽ നമുക്കതിൻ്റെ സ്കില്ല് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാനും സാധിക്കും. സോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ബട്ട് മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വെക്റ്ററിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്.